വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതരത്നം എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരന് ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം. ഒരു ഇന്ത്യൻ പൗരന് ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതരത്നാണ്. ഈ ഭാരതരത്നത്തിന്റെ മാതൃക എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഭാരതരത്ന ഇരിക്കുക, അതിന്റെ ആ ഒരു അവാർഡ് എങ്ങനെ ഇരിക്കുക? അത് വെങ്കലത്തിൽ ഉണ്ടാക്കിയ ഒരു ആലില രൂപമാണ്. അതിന്റെ ഒരു പുറത്ത് ദേവനാഗിരി ലിപിയിൽ ഭാരതരത്ന എന്ന് എഴുതിയിട്ടുണ്ട്. മറുപുറത്ത് സിംഹമുദ്രയും താഴെ സത്യമേവ ജയതേ എന്നും എഴുതിയിരിക്കുന്നു. ക്ലിയർ ആയോ? ഒരു ഇന്ത്യൻ പൗരന് ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഭാരതരത്നം. ഇനി എങ്ങനെയാണ്? വെങ്കലത്തിൽ ഉണ്ടാക്കിയ ആലില രൂപമാണ് അത്. അതിന്റെ ഒരു പുറത്ത് ദേവനാഗിരി ലിപിയിൽ ഭാരതരത്ന എന്നും മറുപുറത്ത് സിംഹമുദ്രയും താഴെ സത്യമേവ ജയതേ എന്നും കാണുന്നു. ഈ അവാർഡ് ഭാരതരത്ന എന്ന് പറയുന്ന ബഹുമതി ഏർപ്പെടുത്തിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭാരതരത്ന എന്ന് പറയുന്ന ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. 1954 മുതൽ 1954 മുതലാണ് ഈ അവാർഡ് നൽകി തുടങ്ങിയത്. അങ്ങനെ 1954 ഈ അവാർഡ് ഏറ്റുവാങ്ങിയത് 3 വ്യക്തികളാണ്. 1954 3 വ്യക്തികൾക്ക് ഈ അവാർഡ് കിട്ടി. ആർക്കൊക്കെയാണ്? ഒന്ന് സി രാജഗോപാലാചാരി, അടുത്തത് സി വി രാമൻ, അടുത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സി രാജഗോപാലാചാരി, സി വി രാമൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർക്കാണ് 1954 ആദ്യമായിട്ട് ഭാരതരത്നം ലഭിക്കുന്നത്. അതിൽ ആദ്യം ഈ 3 വ്യക്തികളിൽ ആദ്യം ഏറ്റുവാങ്ങിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി രാജഗോപാലാചാരിയാണ്. ഭാരതരത്ന ആദ്യമായിട്ട് ഏറ്റുവാങ്ങിയത് ആരാണ്? സി രാജഗോപാലാചാരിയാണ്. അപ്പൊ 54 മുതലാണ് ഇത് ഏർപ്പെടുത്തിയത് അല്ലെ. ഇനി ഈ ഭാരതരത്ന നേടിയ ആദ്യത്തെ വിദേശി ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് എന്താണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഭാരതരത്ന നേടിയ ആദ്യ വിദേശി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഭാരതരത്നം ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ കൂടാതെ നേടിയ വിദേശിയാണ് നെൽസൺ മണ്ടേല. ആരാണ്? അദ്ദേഹത്തെ കൂടാതെ നേടിയ വിദേശി നെൽസൺ മണ്ടേലയാണ്. ഭാരതരത്നം നേടുന്ന ആദ്യത്തെ വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ പറയണം. ആരാണ്? ഇന്ദിരാഗാന്ധി. നമ്മുടെ ഉരുക്കു വനിതയായ ഇന്ദിരാഗാന്ധി 1971 എന്ത് നേടി? ഭാരതരത്ന നേടി. അവർക്ക് ശേഷം പിന്നീട് 1980 മദർ തെരേസയും ഭാരതരത്നം ലഭിക്കുകയുണ്ടായി. അല്ലെങ്കിൽ മദർ തെരേസയ്ക്കും ഭാരതരത്നം ലഭിക്കുകയുണ്ടായി ട്ടോ. അടുത്തത് ഭാരതരത്നം ലഭിച്ച ഒരേ കുടുംബത്തിൽ നിന്നുള്ള 3 ആൾക്കാരെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് നെഹ്റു, അടുത്തത് ഇന്ദിരാഗാന്ധി, അടുത്തത് രാജീവ് ഗാന്ധി. ഇവർക്ക് 3 പേർക്കും ഒരേ കുടുംബത്തിലുള്ള 3 ആൾക്കാർക്ക് അല്ലെ, നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഒക്കെ തന്നെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. മരണാനന്തര ബഹുമതിയായിട്ട് ആദ്യമായിട്ട് ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ പറയണം ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പൊ മരണാനന്തര ബഹുമതിയായി ആദ്യമായിട്ട് ഭാരതരത്നം നേടിയത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇനി മരണാനന്തര ബഹുമതിയായി ആദ്യമായിട്ട് ഭാരതരത്നം നേടിയ ലേഡിയുടെ പേരാ ചോദിക്കണേച്ച ഉത്തരം നമ്മൾ പറയും അരുണ അസഫ് അലി. ആരാണ്? അരുണ അസഫ് അലി. ഇനി നമ്മൾ പറഞ്ഞു ഭാരതരത്നം നേടിയ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ ഭാരതരത്നം നേടിയ ആദ്യ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കൂടാതെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, APJ അബ്ദുൽ കലാം, VV ഗിരി, പ്രണബ് മുഖർജി തുടങ്ങിയവർക്കൊക്കെ തന്നെ എന്ത് ലഭിച്ചിട്ടുണ്ട്?
നമ്മുടെ ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർക്കൊക്കെ ഭാരതരത്ന എന്താ പറയുന്നത് ലഭിച്ച രാഷ്ട്രപതിമാരാണ്. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നീട് ഡോക്ടർ രാധാകൃഷ്ണന് കിട്ടിയിട്ടുണ്ട്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സക്കീർ ഹുസൈന് കിട്ടിയിട്ടുണ്ട്, APJ അബ്ദുൽ കലാമിന് കിട്ടിയിട്ടുണ്ട്, VV ഗിരിക്ക് കിട്ടിയിട്ടുണ്ട്, പ്രണബ് മുഖർജിക്കും കിട്ടിയിട്ടുണ്ട്. ഭാരതരത്ന ലഭിച്ച ആദ്യ സംഗീതജ്ഞ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണം MS സുബ്ബലക്ഷ്മി. ഭാരതരത്ന ലഭിച്ച ആദ്യ സംഗീതജ്ഞ ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. ഭാരതരത്ന ലഭിച്ച ആദ്യ സിനിമാ താരം ആരാണ്? MGR ആണ്. ആരാണ് ഭാരതരത്ന ലഭിച്ച ആദ്യ സിനിമാ താരം? MGR ആണ്. ഭാരതരത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ വ്യവസായി ആരാണ്? ഭാരതരത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ വ്യവസായി ആരാണ്? JRD ടാറ്റയാണ്. ആരാണ്? JRD ടാറ്റ. ഭാരതരത്ന ലഭിച്ച ആദ്യ കായിക താരം, ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഈ ഭാരതരത്നം 1977 മുതൽ 1980 ജാനുവരി 26 വരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നിർത്തലാക്കിയേക്കായിരുന്നു. ഇത് വീണ്ടും പുനഃസ്ഥാപിച്ചത് ആര് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഭാരതരത്ന 77 മുതൽ 80 വരെ കൊടുത്തിട്ടുണ്ടായില്ല. അത് 80 വീണ്ടും പുനഃസ്ഥാപിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് വീണ്ടും പുനഃസ്ഥാപിച്ചത് എന്നുകൂടി നമ്മൾ ഓർത്തു വെക്കണം. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാൻ എന്നീ 2 ബഹുമതികൾ ലഭിച്ച ഒരേ ഒരു വ്യക്തിയാണ് മൊറാർജി ദേശായി. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന, പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാനി എന്ന് രണ്ടും ലഭിച്ചത് ആർക്കാണ്? മൊറാർജി ദേശായിക്കാണ്. അതുപോലെ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന, പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാൻ, നോബൽ പ്രൈസ്, ഇത് മൂന്നും ലഭിച്ച വ്യക്തിയാണ്, ഏക വ്യക്തിയാണ് നെൽസൺ മണ്ടേല. ഇത് മൂന്നും ലഭിച്ച ഏക വ്യക്തിയാണ് നെൽസൺ മണ്ടേല. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ പരമോന്നത ബഹുമതികളായ ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിവ 4 ലഭിച്ച വ്യക്തിയാണ് സത്യജിത് റേ. ഇന്ത്യയുടെ പരമോന്നത ബഹുമതികളായ ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിവ 4 നേടിയ വ്യക്തിയാണ് സത്യജിത് റേ. മാക്സസെ അവാർഡും അതുപോലെ ഭാരതരത്നവും നേടിയ ആദ്യ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദർ തെരേസയുടെ പേര് നമ്മൾ പറയണം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ ഏക വനിതയാണ് ലതാ മങ്കേഷ്കർ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ ഏക വനിതയാണ് ലതാ മങ്കേഷ്കർ. നോബൽ സമ്മാനം ഭാരതരത്നവും നേടിയിട്ടുള്ള, നോബൽ സമ്മാനവും ഭാരതരത്നവും നേടിയിട്ടുള്ളവർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CV രാമന് കിട്ടിയിട്ടുണ്ട്, മദർ തെരേസയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അമർത്യ സെന്നിന് കിട്ടിയിട്ടുണ്ട്, നെൽസൺ മണ്ടേലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നോബൽ പ്രൈസും ഭാരതരത്നവും ആർക്കൊക്കെ കിട്ടിയാണ്? CV രാമൻ, മദർ തെരേസ, അമർത്യ സെൻ ആൻഡ് നെൽസൺ മണ്ടേല. ഇനി നമ്മള് 2024 ആർക്കൊക്കെ ഭാരതരത്ന ലഭിച്ചു എന്നുകൂടെ നമുക്ക് പഠിക്കാം. കർപ്പൂരി താക്കൂർ, മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി താക്കൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് മരണാനന്തര ബഹുമതിയായി എന്ത് ലഭിച്ചു? ഭാരതരത്ന 2024 ലഭിച്ചു. കൂടാതെ നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, കൂടാതെ ചൗധരി ചരൺ സിംഗ് എന്നിവർക്കും എന്ത് ലഭിക്കുകയുണ്ടായി? 2024 ഭാരതരത്ന ലഭിക്കുകയുണ്ടായി. കർപ്പൂരി താക്കൂർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ് 3 പേരെ പഠിച്ചു. കൂടാതെ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് ആയ MS സ്വാമിനാഥനും 2024 ഭാരതരത്ന ലഭിച്ചു. അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് ആയ MS സ്വാമിനാഥനും കൂടാതെ LK അദ്വാനിക്കും ലഭിച്ചു. ആർക്കൊക്കെ ലഭിച്ചു? കർപ്പൂരി താക്കൂർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ് തുടങ്ങിയവർക്ക് മരണാനന്തര ബഹുമതിയായി. ബാക്കി 2 പേരാര്? MS സ്വാമിനാഥനും പിന്നെ ആളാരാണ്? LK അദ്വാനി. ഇത്രയും ആൾക്കാർക്കാണ് എന്ത് ലഭിച്ചത്? 2024
ഭാരതരത്നം ലഭിച്ചത്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്, ഭാരതരത്ന എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി കറണ്ട് അഫയേഴ്സിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് ഭാരതരത്നവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അപ്പൊ ഇത്രയാണ് ടോപ്പിക് വൈസിൽ എനിക്ക് പറയാനുള്ളൂ. ഇനി കറണ്ട് അഫയേഴ്സിന്റെ രൂപത്തിൽ നമുക്ക് ബാക്കി പഠിക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ക്ലാസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.